Good morning to you all. Today we are doing the well-known essay, The Modern Essay by Virginia Woolf. The Modern Essay by Virginia Woolf. The Modern Essay is the 18th essay in the Common Reader First Series. Common Reader First Series le 18th essay ആണ് The Modern Essay. In this essay, Mrs. Virginia Woolf examines the salient features of the contemporary essays. അവരുടെ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ സമകാലീന എസ്സേസിൻ്റെ സാലിയൻ്റ് ഫീച്ചേഴ്സ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളാണ് അവർ പരിശോധിക്കുന്നത്. മിസസ് വൂൾഫ് എക്സാമിൻസ് ദി സാലിയൻ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കണ്ടംപററി എസ്സേസ്. She also makes valuable studies of a number of modern English essays. അതുമാത്രമല്ല, she also makes valuable studies, very important studies, very admirable studies of a number of modern English essays. ഒരുപാട് ഇംഗ്ലീഷ് എസ്സേസിൻ്റെ ധാരാളം മാർക്ക് പാറ്റിസൺ മുതൽ E.V. ലൂക്കാസ് വരെയുള്ള ഒരുപാട് ഇംഗ്ലീഷ് എസ്സേസിൻ്റെ, മോഡേൺ ഇംഗ്ലീഷ് എസ്സേസിനെ കുറിച്ച് വളരെ വിലപ്പെട്ട പഠനങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. വിർജീനിയ വൂൾഫ്. ഷീ ഈസ് ഫുള്ളി ക്വാളിഫൈഡ് ഫോർ ദി വർക്ക് ബിക്കോസ് ഷീ ഹെർസെൽഫ് ഈസ് ആൻ എസ്സേയിസ്റ്റ് ആൻഡ് ഷീ നോസ് ദി മിസ്റ്ററീസ് ഓഫ് ഹെർ ആർട്ട്. ഈ എസ്സേസിനെ കുറിച്ചും കണ്ടംപററി എസ്സേസിനെ കുറിച്ചും എസ്സേയിസ്റ്റുകളെ കുറിച്ചും ചർച്ച ചെയ്യാൻ അവർ സർവ്വഥാ യോഗ്യമാണ്. കാരണം ഷീ ഹെർസെൽഫ് ഈസ് ആൻ എസ്സേയിസ്റ്റ്, അവരൊരു എസ്സേയിസ്റ്റ്, ആൻഡ് ഓൾസോ ഷീ നോസ് ദി മിസ്റ്ററീസ് ഓഫ് ഹെർ ആർട്ട്. അവരുടെ ആർട്ടിൻ്റെ മിസ്റ്ററീസ്, അതിൻ്റെ നിഗൂഢതകളും രഹസ്യങ്ങളും ഒക്കെ അവർക്കറിയാം. അതുകൊണ്ട് ഷീ ഈസ് ഫുള്ളി ക്വാളിഫൈഡ് ഫോർ ദി ജോബ്. ഈ ജോലിക്ക് അവർ സർവ്വഥാ യോഗ്യയാണ്. At the beginning, Mrs. Woolf points out that the origin of essays is ancient and its variety is immense. തുടക്കത്തിലേ പറയുന്നു, at the beginning, Mrs. Woolf points out that the origin of essay is ancient. എസ്സേസിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ്റ് ആണ്. ഫ്രഞ്ച് എസ്സേയിസ്റ്റ് മൊണ്ടൈനാണ് ഇതിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് എസ്സേയിസ്റ്റിൻ്റെ ഫാദർ ബേക്കൺ, ഫ്രാൻസിസ് ബേക്കണുമാണ്. വളരെ പഴയ ചരിത്രമാണ് ഈ എസ്സേക്കുള്ളത്. സോ അറ്റ് ദി ഓപ്പണിംഗ് ഓർ അറ്റ് ദി ബിഗിനിങ് മിസസ് വൂൾഫ് പോയിന്റ്സ് ഔട്ട് ദാറ്റ് ദി origin of the essay is ancient and its variety is immense. The variety of essays is immense. From different things under the sky, essays can be produced, essays can be made. Firstly, she points out that of all branches of literature, the essay least calls for the use of long words. നമ്മൾ ലിറ്ററേച്ചറിൻ്റെ എല്ലാ ശാഖകളും എല്ലാ ജോൺറേസും എടുത്തു കഴിഞ്ഞാൽ എസ്സേ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിന്, ഈ ഒരു ജോൺറേക്ക് അല്ലെങ്കിൽ ഈ ഒരു സബ് ജോൺറേക്ക് നീണ്ട പദപ്രയോഗങ്ങളൊന്നും ആവശ്യമില്ല. ഇറ്റ് ലീസ്റ്റ് കോൾസ് ഫോർ ഡിമാൻഡ്സ് ദ യൂസ് ഓഫ് ലോങ് വേർഡ്സ്. നീണ്ട പദങ്ങളൊന്നും വേണ്ട. നമുക്കറിയാലോ, ഫ്രാൻസിസ് ബേക്കൻ്റെ എസ്സേസ് പിത്തി റിമാർക്സ് അതിലുള്ളത് വളരെ ചുരുങ്ങിയ പദങ്ങൾ, വളരെ ചെറിയ സംഗ്രഹമായ. സോ മച്ച് ഐഡിയ ഈസ് പ്രഗ്നൻ്റ് ഇൻ ഈച്ച് വേർഡ്. ബേക്കൻ്റെ എസ്സേയിൽ എന്ന് പറഞ്ഞാൽ, ഒരു വാക്കിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ആശയങ്ങൾ അടങ്ങിയിരിക്കുന്ന, ഇറ്റ് ഈസ് ഷോർട്ട് ആൻഡ് പിത്തി വേർഡ്സ് ഹി യൂസസ്. ദി എസ്സേ ഗീവ്സ് പ്ലഷർ ടു ദി റീഡേഴ്സ്. എസ്സേ എന്ന് പറഞ്ഞാൽ എന്താണ്? വായനക്കാർക്ക് പ്രത്യേക ഒരു ആനന്ദം, പ്രത്യേക ഒരു പ്ലഷർ സമ്മാനിക്കുന്ന എസ്സേസ്. സോ ലോങ് വേർഡ്സ് ഓർ ഡിഫിക്കൽട്ട് കൺസ്ട്രക്ഷൻസ് മസ്റ്റ് നോട്ട് ബി യൂസ്ഡ്. വായനക്കാർക്ക് ആനന്ദം സമ്മാനിക്കുക എന്നുള്ളതാണ് എസ്സേയുടെ ഏറ്റവും വലിയ ധർമ്മം, എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ ലോങ് വേർഡ്സ് ആൻഡ് ഡിഫിക്കൽട്ട് കൺസ്ട്രക്ഷൻസ് മസ്റ്റ് ബി ഡെലിബറേറ്റ്ലി അവോയ്ഡഡ്. അവയൊക്കെ ഒഴിവാക്കണം. സോ ലോങ് വേർഡ്സ് ഓർ ഡിഫിക്കൽട്ട് കൺസ്ട്രക്ഷൻസ് മസ്റ്റ് നോട്ട് ബി യൂസ്ഡ്. ഫ്രം ദി ഫസ്റ്റ് വേർഡ് ഓൺവേർഡ്സ്, ഫ്രം ദി വെരി ഫസ്റ്റ് ഓൺവേർഡ്സ് ദി എസ്സേ ഷുഡ് ചാം ദി റീഡേഴ്സ്. ആദ്യത്തെ വാക്ക് മുതൽ തന്നെ ദി എസ്സേ ഷുഡ് അട്രാക്ട് ദി എസ്സേ ഷുഡ് ചാം ദി റീഡേഴ്സ്. വായനക്കാരെ ആകർഷിക്കണം. They should not be allowed, the readers should not be allowed to leave it unfinished. ഒരു പാരഗ്രാഫ് വായിച്ചു, ബാക്കി പിന്നെ വായിക്കാം എന്ന് കരുതി മാറ്റി വയ്ക്കാൻ അവർക്ക് തോന്നരുത്.
The reader should not be allowed to leave it aside, leave it unfinished. ഫിനിഷ് ചെയ്യാതെ മാറ്റി വയ്ക്കാൻ അവരെ അനുവദിക്കരുത്. The essay can be made pleasurable with surprise, suspense, indignation, etc. So these are the elements which make an essay pleasurable. വായനക്കാരെ വളരെ ആനന്ദിപ്പിക്കുന്ന എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എസ്സേയിലെ എലിമെൻറ്റ്സ്. The essay can be made very pleasurable with surprise, suspense and indignation, ഒരുതരം ധാർമ്മിക രോഷം. അപ്പോൾ ഇതെല്ലാം കൂട്ടിക്കലർത്തിയാൽ the essay will naturally become pleasurable or pleasurably readable. നല്ല സന്തോഷകരമായി വായിക്കത്തക്കതായി മാറും. But very few succeed, very few essays succeed in giving pleasure to the readers. വളരെ കുറച്ച് ആളുകൾ, like a drop in the ocean, വളരെ കുറച്ച് ആളുകൾ മാത്രമേ വായനക്കാർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നുള്ളൂ. That is the truth. But very few succeed in giving pleasure to the readers. Therefore, the essayist must know how to write. So Virginia Woolf points out that the essayist must very clearly know how to write. എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കണം. If he is learned, if he is a scholar, if he is educated or if he is knowledgeable. Essayist knowledgeable ആണെങ്കിൽ, if he is learned, knowledgeable or a scholar, his learning must be fused with his vision of life. ജീവിതത്തെക്കുറിച്ചുള്ള ദർശനത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പാണ്ഡിത്യം കൂടെ ഇടകലർത്തണം. His learning must be fused or mixed with his vision of life. The learning of the essays may be profound, very deep, as Mark Pattison, a famous English essayist, and his collected essays was published in the year 1899. 1899 അദ്ദേഹത്തിൻ്റെ കളക്റ്റഡ് എസ്സേയ്സ് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ മാർക്ക് പാറ്റിസൺ എന്ന് പറയുന്ന ആൾ, മാർക്ക് പാറ്റിസൺ, ഹി വാസ് എ സ്കോളർ വിത്ത് പ്രൊഫണ്ടിറ്റി, നല്ല പാണ്ഡിത്യം, അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു സ്കോളറായിരുന്നു അദ്ദേഹം. So as far as an essayist is concerned, his learning may be as profound as Mark Pattison's. But so Virginia Woolf emphatically points out that the learning or knowledge must be fused by magic of writing. That's not a fact jets out or not a dogma tears the surface of the texture. അതിൻ്റെ ടെക്സ്ചറിനെ അതിൻ്റെ ഉപരിതലത്തെ കീറി മുറിക്കാനും പാടില്ല എസ്സേയുടെ. So this is what she says. So in this connection, Virginia Woolf comments the work of Macaulay and Froude. Macaulay, you know Froude. Froude was an English historian, critic and biographer. Froude. And he is critical of Mark Pattison. She is very critical of Mark Pattison, whose learning is not well assimilated, whose knowledge is not well assimilated or fused in his essays. മാർക്ക് പാറ്റിസൻ്റെ ആ നോളജ്, ആ സ്കോളർഷിപ്പ് ആ എസ്സേസിൽ അങ്ങോട്ട് ഇഴുകിച്ചേർന്നിട്ടില്ല, അസിമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. നോട്ട് വെൽ അസിമുലേറ്റഡ്, നോട്ട് ഫുള്ളി മിക്സ്ഡ്. സോ ഇൻ ദിസ് കണക്ഷൻ ഷീ comments means recommends, praises the works of Macaulay and Froude, and is highly critical about Mark Pattison, whose learning is not well assimilated according to her. So this is true of Matthew Arnold also. In the case of Matthew Arnold also, his learning is not well assimilated into his essays. His learning or scholarship is not well fused in his essays. Literal truth telling and fault finding are out of place in an essay. ട്രൂത്ത് ടെല്ലിങ്ങിന് പ്രസക്തിയൊന്നുമില്ല എസ്സേയിൽ. സത്യകഥനം, സത്യം പറയൽ, ആൻഡ് ഫൈൻഡിങ് ഔട്ട് ഫോൾട്ട്, ദേ ആർ ഔട്ട് ഓഫ് പ്ലേസ് ഇൻ എൻ എസ്സേ. കുറ്റം കണ്ടുപിടിക്കൽ അല്ലെങ്കിൽ സത്യം പറയൽ, അതിനൊന്നും പ്രാധാന്യമില്ല എസ്സേയിൽ. അക്കോർഡിംഗ് ടു Virginia Woolf. Virginia Woolf points out that literal truth telling and fault finding are out of place in an essay. Essay's appeal should be perennial and universal. Essay's appeal or attraction should be perennial, means lasting forever, and universal. Should have
a universality of appeal, or the appeal of essays must be perennial and universal. Perennial ആയിരിക്കണം, everlasting ആയിരിക്കണം, universal ആയിരിക്കണം. It must have a universality of appeal essay. The essays must be alert, he must be very careful, alert throughout. Lethargy means laziness. Lethargy is likely to spoil the essay by bringing in superfluity. ഒരു ഇൻസിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഉപരിപ്ലവമായ രീതി, ഒരു സൂപ്പർഫ്ലുവിറ്റി. ഒരു സൂപ്പർഫ്ലുവിറ്റി ഉരുത്തിരിക്കുന്നതിൽ ഈ എസ്സേസിൻ്റെ അലസതയ്ക്ക്, if the essayist is lazy, he cannot go deep into the subject. He cannot go deep into the theme. തീമിനുള്ളിലേക്ക് പോകാൻ കഴിയത്തില്ല. So it will result in superfluity of the essay. It will certainly result in superfluity of the essay. essay എന്ന് പറഞ്ഞാൽ ഉപരിപ്ലവമായി പോകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. So lethargy is likely to spoil the essay by bringing in superfluity. In an essay there is no room for the impurities of literature. സാഹിത്യത്തിൻ്റെ impurities ഒന്നും എസ്സേയിൽ പാടില്ല. In an essay there is no room, there is no place for impurities of literature. The essay must be pure. The essay should be pure like water. പരിശുദ്ധമായ വെള്ളം പോലെ പ്യുവർ ആയിരിക്കണം. And pure like wine പോലെ, വീഞ്ഞ് പോലെ പ്യുവർ ആയിരിക്കണം. Essay must also be free from. The essay should be free from dullness and deadness. വിരസത ഉണ്ടാകാൻ പാടില്ല, ഒരുതരം നിർജീവതയും ഡെഡ്നെസ്സും എസ്സേയിൽ ഉണ്ടാകാൻ പാടില്ല. Walter Pater, he was a famous English essayist, poet, critic. Walter Pater has this purity, and his learning is well fused into the literature. Virginia Woolf points out that Walter Pater is a very commendable writer because he has this purity. His essays are pure as wine or water, and his learning is, his scholarship is well fused into the literature. എഴുതുന്നതുമായി സ്കോളർഷിപ്പ് പാണ്ഡിത്യം വെൽ ഫ്യൂസ്ഡ് ആണ്, ഫുള്ളി അസിമുലേറ്റഡ് ആണ്. His essays are truth. His essays are filled with truth, shape and intensity. These are the qualities of the essays of Sir Walter Pater. What are the qualities of his essays? His essays are truth. Essays are marked by truth, shape and intensity, തീഷ്ണത. He uses one-syllabled words, monosyllabic words. കൊച്ചു പദങ്ങൾ ഉപയോഗിക്കുന്ന മോണോസിലബിക് വേർഡ്സ് ഉപയോഗിക്കുന്നത്. ഒരു സിലബിൾ മാത്രമുള്ള വാക്കുകളാണ് ഏറെയും അദ്ദേഹം ഉപയോഗിക്കുക. He uses one-syllabled words and his essays are marked by sobriety and hard-headedness. Sobriety means the condition of being, the state of being sober-minded, or level-headedness. ഒരുതരം ലെവൽ ഹെഡഡ്നെസ്, ഒരു സ്ഥിരത, മാനസികമായ സ്ഥിരത അദ്ദേഹത്തിൻ്റെ എസ്സേസിലുണ്ട്. മാനസികമായ സ്ഥിരത, സൊബ്രൈറ്റി. ആൻഡ് അതേസമയം തന്നെ ഹാഡ് ഹെഡഡ്നെസ്, ഒരുതരം സ്റ്റബോൺനെസ്, പിടിവാശി. ആൻഡ് ഓൾസോ ഹിസ് എസ്സേസ് എക്സിബിറ്റ് എ കൈൻഡ് ഓഫ് സ്റ്റബോൺനെസ് ഓർ ഹാഡ് ഹെഡഡ്നെസ്. ആൻഡ് ഓൾസോ ദ എസ്സേസ് ആർ വെരി സോബർ, വെരി സീരിയസ് ആൻഡ് കാം. Very serious, very sober, level-headed, his essays. At the same time, they are stubborn. According to Mrs. Woolf, the essayist must admit boldness of metaphor. Essaysil ഇത്തിരി അലങ്കാരമൊക്കെ വേണം, മെറ്റഫറൊക്കെ വേണം, രൂപകമൊക്കെ ഉപയോഗിക്കണം. മെറ്റഫർ, the use of metaphor must be there, or the use of imagery must be there in essays also. According to Mrs. Woolf, the essayist must admit boldness of metaphor, but ornament must be sparingly used. But this ornament or ornamentation or the use of imagery
Must be sparingly used means used to the minimum. വളരെ കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്പെയറിംഗ്ലി യൂസ്ഡ് ഇൻ ദി സ്മോളസ്റ്റ് ക്വാണ്ടിറ്റി. ഇറ്റ് മസ്റ്റ് ബി യൂസ്ഡ് ഇൻ ദി മിനിമം ഓർ ഇറ്റ് മസ്റ്റ് ബി യൂസ്ഡ് ഇൻ സ്മോളസ്റ്റ് ക്വാണ്ടിറ്റീസ്. വളരെ കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതർവൈസ് അല്ലാതെ എല്ലാം കൊണ്ട് ഇമേജസ് ഉപയോഗിച്ച് അലങ്കാരങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓർണമെൻറ്റേഷൻ കൂടിയാൽ എന്ത് പറ്റും? അതർവൈസ് ഇറ്റ് ബിക്കംസ് എ സീരിയസ് ഫാൾട്ട്. അതൊരു സീരിയസ് ഫാൾട്ടായിട്ട് മാറും എസ്സേയെ സംബന്ധിച്ച്. ഇറ്റ് ബിക്കംസ് ഡസ്റ്റി ആൻഡ് ഗാരിഷ്. ഒരേ സമയം ഡസ്റ്റിയുമാണ് ഗാരിഷുമാണ്. ഗാരിഷ് മീൻസ് ബ്രൈറ്റ്. ദി എസ്സേ വിൽ ബിക്കം സിമുൾട്ടേനിയസ്ലി ഡസ്റ്റി ആൻഡ് ഗാരിഷ്. ഗാരിഷ് മീൻസ് ബ്രൈറ്റ്, ഡസ്റ്റി പൊടി നിറഞ്ഞതും അതുപോലെ ബ്രൈറ്റുമായിട്ട് മാറും. ഒരു തിളക്കമുണ്ടെങ്കിൽ ആ തിളക്കം പുറത്ത് കാണത്തില്ല, ഓർണമെൻറ്റേഷൻ കൂടിപ്പോയി കഴിഞ്ഞാൽ. ദി ടെംപ്റ്റേഷൻ ടു ഡെക്കറേറ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് where the theme is trivial. She finds out the reason for over decoration, over ornamentation. ഈ ഓവർ ഡെക്കറേഷൻ്റെ അല്ലെങ്കിൽ ഓവർ ഓർണമെൻറ്റേഷൻ്റെ കാരണം കണ്ടുപിടിക്കുന്നു. ദി ടെംപ്റ്റേഷൻ ടു ഡെക്കറേറ്റ്സ് ദി ഗ്രേറ്റസ്റ്റ് ഈസ് there. The temptation to decorate greatest is the greatest where the theme is very trivial. Trivial means silly. വിഷയമില്ലാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ വിഷയം നിസ്സാരമായി വരുമ്പോഴാണ് ഡെക്കറേഷൻ കൂടുന്നത്, ഓവർ ഓർണമെൻറ്റേഷൻ അല്ലെങ്കിൽ ഓവർ ഡെക്കറേഷനായി മാറുന്നത്. R.L. Stevenson, novelist and essayist. Robert Louis Stevenson. R.L. Stevenson is a skilled craftsman. He is a very skilled craftsman. He is a famous essayist and a novelist. And he is very skilled craftsman in the use of his themes. Themes ഉപയോഗിക്കുന്നതിൽ there is a special craftsmanship is visible in the use of themes. In his use of themes we can see a special craftsmanship. R.L. Stevenson is a skilled craftsman in the use of the themes. But because of his over ornamentation, what happens? Because of his over decoration, over ornamentation, his essays did not appeal as strongly. The essays by R.L. Stevenson did not appeal. നമ്മളെ ആകർഷിച്ചിട്ടില്ല. or do not appeal as strongly. നമ്മളെ ശക്തമായി സ്വാധീനിക്കുന്നില്ല, ആകർഷിക്കുന്നില്ല. Samuel Butler, an essayist and novelist, his famous novel is Year One, The Anagram of Nowhere, a parody of Thomas More's Utopia. Samuel Butler enlivens his essays by many amusing anecdotes and profound reflections. Reflections means thoughts. ഈ സാമുവൽ ബട്ട്ലറിൻ്റെ എസ്സേസിന് ഒരു പ്രത്യേകതയുണ്ട്. they are full of life. The essays are full of life. He enlivens his essays, he brightens up his essays by amusing anecdotes means personal incidents. വളരെ രസകരമായ പേഴ്സണൽ ഇൻസിഡൻസ്, അതുപോലെ പ്രൊഫൗണ്ട് റിഫ്ലക്ഷൻസ്, പ്രൊഫൗണ്ട് ഡീപ്പ് തോട്ട്സ്, അവ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എസ്സേസിനെ ബ്രൈറ്റൻ ചെയ്യുന്നത്. ഹീസ് എ വെരി കെയർഫുൾ റൈറ്റർ who writes like himself. He writes like himself and calls it not writing. He writes like himself means he writes reflecting his personality and he calls it not writing. തൻ്റെ പേഴ്സണാലിറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതുന്നത്. പിന്നെ ഇത് വലിയ റൈറ്റിംഗ് ആണെന്നുള്ളൊരു ഭാവമൊന്നും അദ്ദേഹത്തിനില്ല. ഹി കോൾസ് ഇറ്റ് നോട്ട് എ റൈറ്റിംഗ് അറ്റ് ഓൾ. Mrs. Woolf, Virginia Woolf, refers to the Victorian essays included in the collection of Ernest Reesൻ്റെ കളക്ഷൻ ഓഫ് എസ്സേസിലുള്ള വിക്ടോറിയൻ എസ്സേസിൻ്റെ കാര്യം കൂടെ സൂചിപ്പിക്കുന്നു. ഇവൾ പരാമർശിക്കുന്ന ഏണസ്റ്റ് റീസിൻ്റെ കളക്ഷനിലുള്ള എസ്സേസാണ്. അതിലെ വിക്ടോറിയൻ എസ്സേസിനെയും പ്രതിപാദിക്കുന്നു. ഷീ ഓൾസോ റെഫേഴ്സ് ടു ദി വിക്ടോറിയൻ എസ്സേസ് ഇൻക്ലൂഡഡ് in the collection of Ernest Rees, R-H-Y-S, Rees. She finds that the Victorian essays have some common characteristics. So she notices that the Victorian essays have some common features or common characteristics. Their essays are lengthy. One of the common characteristics is this. Their essays are lengthy. നല്ല ദൈർഘ്യമുള്ളതാണ് അവരുടെ എസ്സേസ്. As their readers were fairly cultured. വിക്ടോറിയൻ കാലഘട്ടം എന്ന് പറഞ്ഞാൽ
ഇറ്റ് ഇസ് എ പീരീഡ് ഓഫ് വിക്ടോറിയൻ കൊംപ്ലൈസൻസി. കൊംപ്ലൈസൻസി എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് ഡിസ്ട്രാക്ഷൻ. എല്ലാം ഉണ്ട്, ഉണ്ണാനും ഉടുക്കാനും എല്ലാം ഉണ്ട്, അങ്ങനെ ഒരു സംതൃപ്തി നിറഞ്ഞ സമയമാണ്. അതുകൊണ്ട് തന്നെ അത് റീഡേഴ്സ് ഹാവ് ഇനഫ് ടൈം ടു റീഡ്. ജോലിക്കൊന്നും പോകേണ്ട, ആഹാരം കഴിച്ച് വീട്ടിൽ ഇരുന്നാൽ മതി, അതൊന്ന് വായിക്കാൻ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ ഇപ്പോൾ റൈറ്റിങ്ങിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദ പീസസ് ഓഫ് റൈറ്റിംഗ് വെർ ലെങ്തി ആയിരുന്നു, വളരെ ദൈർഘ്യമുള്ളായിരുന്നു, എസ്പെഷ്യലി എസ്സേസ്. ഷീ ഫൈൻഡ്സ് ദാറ്റ് ദി വിക്ടോറിയൻ എസ്സേസ് ഹാവ് സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. Their essays are lengthy as their readers were fairly cultured and had ample leisure. They had ample means very large leisure. The essays often brought serious matters within the scope of their essays. So the essays brought in serious matters within the scope of their essays. Essaysile വളരെ സീരിയസ് മാറ്റേഴ്സ് ഉൾപ്പെടുത്തിയിരുന്നു. There was nothing wrong in such a seriousness. Eugene points out that there is of course nothing wrong in such a seriousness, or there is nothing wrong in such a serious writing because they were generally published in book forms. കുഴപ്പമില്ല, കാരണം ഇത്തിരി ലെങ്ത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. They were published in book forms. മാഗസീൻസിലൊന്നും അങ്ങനെ പ്രസിദ്ധീകരിച്ചിരുന്നത്, അഥവാ മാഗസീനെ പ്രസിദ്ധീകരിച്ചിരുന്നാലും ഉടനെ തന്നെ വലിയ ബുക്ക് ഫോംസിലായിരുന്നു പ്രസിദ്ധീകരിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് പ്രശ്നമില്ല, വായിക്കാൻ സമയമുള്ള റീഡേഴ്സ് ആയിരുന്നു വിക്ടോറിയൻ കാലഘട്ടത്തിലെന്ന് പറയുന്നു. ബട്ട് സൂൺ, വെരി സൂൺ, ദി ക്യാരക്ടർ ഓഫ് ദി റീഡിങ് പബ്ലിക് ചേഞ്ച്ഡ്. ദി ക്യാരക്ടർ, ദി നേച്ചർ ഓഫ് ദി റീഡിങ് പബ്ലിക് ചേഞ്ച്ഡ്. പെട്ടെന്ന് തന്നെ ഈ വായനാ സമൂഹത്തിന് മാറ്റം ഉണ്ടായത്. The character of the reading public changed. Instead of a small number of cultivated people reading these essays, now there have been a large audience of people who are not so cultivated. അത്ര സംസ്കാരം ഇല്ലാത്ത ധാരാളം ആളുകളും വായനയിൽ മുതിർന്നു, വായനയിൽ ഇഴുകി ചേർന്നു. So instead of a small number of cultivated people, now there have been a large audience of people who are not cultivated. സംസ്കാരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ആളുകളും വായനയിൽ മുഴുകി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. As the condition has changed, now the condition has got drastic changes. As the condition has changed, the essays most sensitive of public opinion. Essayisറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? They are very most sensitive of public opinion. പൊതുജന അഭിപ്രായത്തിൻ്റെ കാര്യത്തിൽ വളരെ സെൻസിറ്റീവാണ് essays. The essays most sensitive of the public opinion have adapted themselves. The essays now adapted themselves to the changed circumstances. മാറിയ പരിസ്ഥിതിയുമായിട്ട് അവർ ഇണങ്ങിച്ചേർന്നു. അതുകൊണ്ട് അധികം കൾച്ചേർഡ് അല്ലാത്ത ആളുകൾക്ക് വായിക്കാൻ വേണ്ടിയുള്ള എസ്സേസ് എഴുതി. അതിന് എസ്സേയുടെ ലെങ്ത് കുറയ്ക്കേണ്ടി വന്നു, അതിൻ്റെ സീരിയസ്നെസ് ഇല്ലാതാക്കേണ്ടി വന്നു, ലൈറ്റ് ഹേർട്ടഡ് വെയിനിൽ എഴുതേണ്ടി വന്നു. അങ്ങനെ അവർ ചെയ്തു. ബിക്കോസ് ദേ കുഡ് അഡാപ്റ്റ് ദംസെൽസ് ടു ദി ചേഞ്ച്ഡ് സർക്കംസ്റ്റൻസസ്. They could adapt themselves to the changed circumstances. മാറി വന്ന പരിസ്ഥിതികളുമായിട്ട് ഇഴുകിച്ചേരാൻ അവർക്ക് സാധിച്ചു. Mrs. Woolf proceeds to consider the salient features of the contemporary essays. She proceeds to consider the salient features of contemporary essays. ഈ 20ാം നൂറ്റാണ്ടിലെ എസ്സേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നു. She takes into account the essays of Max Beerbohm. He is a very famous essayist. He is one of the most famous essayists of the century. 20ാം നൂറ്റാണ്ടിലെ വളരെ പ്രശസ്തരായ എസ്സേയിസ്റ്റിൽ ഒരാളാണ് മാക്സ് ബിയർബോം. The charm of his essays is the charm of his personality. She emphatically points out that the attraction of his essays is the attraction of his personality, the charm of his personality. In his essays he gives up himself. ഈ ബിയർബോമിൻ്റെ എസ്സേസിൽ അദ്ദേഹം ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ പേഴ്സണ അതങ്ങ് ഉപേക്ഷിക്കുന്നു. ഹി ഗിവ്സ് അപ്പ് ഹിംസെൽഫ്. ലൈക്ക് ചോൾസ് ലാം, ഹി വാസ് അഫക്റ്റഡ് ബൈ പ്രൈവറ്റ് ജോയ്സ് ആൻഡ് സോറോസ് ആൻഡ് ഹാഡ് നോ ഗോസ്പൽ ടു പ്രീച്ച്. മാക്സ് ബിയർബോമൻ എന്ന് പറഞ്ഞാൽ സ്വകാര്യ ദുഃഖങ്ങളും സന്തോഷവും ഒക്കെയാണ് എസ്സേസിലൂടെ ചോൾസ് ലാമിനെ പോലെ അവതരിപ്പിക്കുന്നത്. He was affected by private joys and private sorrows
ആൻഡ് ഹി ഹാഡ് നോ ഗോസ്പൽ ടു പ്രീച്ച്. സുവിശേഷമൊന്നും പ്രസംഗിക്കാൻ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹവും മാക്സ് ബിയർബോമിനുണ്ടായിരുന്നില്ല. ആൻഡ് നോ ലേണിംഗ് ടു ഇമ്പോസ്. ഹി ഓൾസോ വാണ്ടഡ് നോ ലേണിംഗ് ടു ഇമ്പോസ് അപ്പോൺ ദി റീഡിംഗ് പബ്ലിക്. വായനാ സമൂഹത്തിലേക്ക് തൻ്റെ വിജ്ഞാനം അടിച്ചേൽപ്പിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. കോൺഷ്യസ്ലി ആൻഡ് പ്യുവർലി ദാറ്റ് we do not know whether there is any relationship between Max the essayist and Beerbohm the man. He has brought personality into literature. His personality was brought into the literature. So, consciously and purely, that we do not know whether there is any relationship between Max the essayist and Beerbohm the man. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എസ്സേസിൽ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ സ്വത്വം ചോൾസ് ലാമ്പിനെ പോലെ എസ്സേസിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ വി ആർ നോട്ട് ഏബിൾ ടു ഐഡൻറ്റിഫൈ ബിറ്റ്വീൻ ദി മാൻ ആൻഡ് ദി എസ്സേയിസ്റ്റ്. മാക്സ് എന്ന് പറയുന്ന മനുഷ്യനെയും ബിയർബോം എന്ന് പറയുന്ന എസ്സേസിനെയും കൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. വി കനോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മാക്സ് ദി എസ്സേയിസ്റ്റ് ആൻഡ് ബിയർബോം ദി മാൻ. We only know that his personality permeates every word that he writes. We can only know that his personality permeates or spreads or penetrates into every word that he writes. Max Beerbohm knows how to write. Actually, as an essayist, Max Beerbohm knows how to write. He does not use long polysyllabic words. He also does not use very long polysyllabic, many syllabled words. ഒരുപാട് സിലബിൾസ് ഉള്ള നീണ്ട വാക്കുകളൊന്നും അദ്ദേഹത്തിൻ്റെ എസ്സേസിൽ ഉപയോഗിക്കാറില്ല. ഹിസ് എസ്സേസ് ലൈക്ക് എ ക്ലൗഡ് ഓഫ് പെനഫോറസ്. വൺ ഓഫ് ഹിസ് എസ്സേസ് എ ക്ലൗഡ് ഓഫ് പെനഫോറസ്. ഹിസ് എസ്സേസ് ലൈക്ക് എ ക്ലൗഡ് ഓഫ് പെനഫോറസ് ആവ് എക്സ്പ്രസീവ്നെസ് ഓഫ് ലൈഫ് ഇറ്റ് സെൽഫ്. യു നോ ദി എസ്സേ എക്സ്പ്രസസ് ലൈഫ് ഇറ്റ് സെൽഫ്. ജീവിതത്തെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എ ക്ലൗഡ് ഓഫ് പെനഫോറസ് എന്ന് പറയുന്ന എസ്സേയിൽ. ആൻഡ് വി ലൈക്ക് ടു റിട്ടേൺ ടു സച്ച് എസ്സേസ് എഗൻ ആൻഡ് എഗൻ. വായിച്ചു കഴിഞ്ഞാലും മതിയാകില്ല. വി ലൈക്ക് ടു റിട്ടേൺ ടു സച്ച് എസ്സേസ് എഗൻ ആൻഡ് എഗൻ. മിസ്സസ് വൂൾഫ് ഫർദർ കംസ് ടു അതർ എസ്സേസ് ഇൻ ദി 4th and 5th വോളിയൂംസ് ഓഫ് കളക്ഷൻ. മിസ്സസ് വൂൾഫ് ഫർദർ കംസ് ടു അതർ എസ്സേസ്. She also refers to other essays in the 4th and 5th volumes of the collection of essays. മറ്റ് എസ്സേസിൻ്റെ കാര്യവും പരാമർശിക്കുന്നു. കണ്ടീഷൻസ് ആവ് എഗൻ ചേഞ്ച്ഡ്. കണ്ടീഷൻസ് വീണ്ടും മാറി, കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. കണ്ടീഷൻസ് ആവ് എഗൻ ചേഞ്ച്ഡ് ആൻഡ് ദിസ് ചേഞ്ച് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദി നേച്ചർ ഓഫ് ദി എസ്സേ. ദി ചേഞ്ച് വിച്ച് ഒക്കേർഡ് ഇൻ ദി എൻവയോൺമെൻറ്റ് റിഫ്ലക്റ്റഡ് ഇൻ ദി nature of the essay. Conditions are again changed and this change is reflected in the nature of the essay. Essayയുടെ നേച്ചറിൽ ഇത് പ്രതിഫലിച്ചു. The essays have become shorter in length. Very soon essays have become very shorter in length. ആളുകൾക്ക് വായിക്കാൻ സമയമില്ല. തിരക്ക് പിടിച്ച് ജോലി, വിക്ടോറിയൻ പീരീഡ് പോലെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ച് വിശ്രമിക്കാനുള്ള സമയമില്ല. പണിയെടുക്കാൻ വേണ്ടി പരക്കം പായുകയാണ് മനുഷ്യർ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ essays become shorter. Essays have become shorter in length, usually covering about 750 words. ഏറിയയിൽ 750 വാക്കുകളുള്ള എസ്സേസ് മാറി. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഹിലയർ ബെല്ലോക്ക്, മിസ്റ്റർ ഹിലയർ ബെല്ലോക്സ് എസ്സേസ്. ഹിലയർ, എ ഫേമസ് എസ്സേയിസ്റ്റ് മിസ്റ്റർ ഹിലയർ ബെല്ലോക്സ് എസ്സേസ് ആർ വെരി ഷോർട്ട്. വളരെ ചുരുങ്ങിയ വളരെ ചെറിയ എസ്സേസാണ് ഹിലയർ ബെല്ലോക്സിൻ്റേത്. മിസ്റ്റർ ബെല്ലോക്സ് എസ്സേസ് ആർ വെരി ഷോർട്ട്. ഹി ഡസ് നോട്ട് ടോക്ക് ഹിസ് ഓൺ പേഴ്സൺ. അത് മാത്രമല്ല, അദ്ദേഹം എന്നുള്ള രീതിയിൽ സ്വന്തം പേഴ്സണലല്ല സംസാരിക്കുന്നത്. അദ്ദേഹമല്ല നാറേറ്റർ. ഹി ഡസ് നോട്ട് ടോക്ക് ഇൻ ഹിസ് ഓൺ പേഴ്സൺ. ഹി ഹാസ് ടു മാസ്കുരേഡ്. Masquerade means make a false show or make a pretense. Make a false show or make a pretense. എന്താണ് ഒരു ഫാൾസ് ഷോയിലൂടെ അല്ലെങ്കിൽ ഒരു പ്രിറ്റൻസിലൂടെ ഒരു കപടമുഖം അദ്ദേഹത്തിന് ധരിക്കേണ്ടി വന്നു. ഓർ ടോക്ക് ത്രൂ സം മദർ ക്യാരക്ടർ ഇൻവെൻറ്റഡ് ഫോർ ദി പർപ്പസ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വേറൊരു ക്യാരക്ടറിനെ തന്നെ സൃഷ്ടിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രിറ്റൻസിലൂടെ
അല്ലെങ്കിൽ ഒരു ഫോൾസ് ഷോയുടെ സംസാരിച്ചു, അല്ലാതെ സ്വയം ഫസ്റ്റ് പേഴ്സണിൽ അദ്ദേഹം സംസാരിച്ചില്ല. അദ്ദേഹം ഒരിക്കലും നറേറ്ററായില്ല. മിസ്റ്റർ ബെല്ലോക്ക് he has to masquerade means make a false show or make a pretense, or he has to talk through some other character invented for the purpose. He cannot directly talk to his readers because of the limitations of space. വലിപ്പം കൂടി പോകുമ്പോൾ അദ്ദേഹം തന്നെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് വേറൊരാളിലൂടെ മൂന്നാമതൊരാളിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയിലൂടെയാണ് പറഞ്ഞിരുന്നത്. അല്ലാതെ നേരിട്ടങ്ങോട്ട് കഥാകഥനം നടത്തിയാൽ, അല്ല നേരിട്ടങ്ങോട്ട് കാര്യങ്ങൾ എസ്സേയിലൂടെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ദി സൈസ് ഓഫ് ദി എസ്സേ വിൽ ഇൻക്രീസ്. He cannot directly talk to the readers because of the limitations of space. Thus, the contemporary essays lacks solidity. Solidity means strength. ശക്തി ഇല്ല എന്നാണ് പറയുന്നത്. ചെറിയ essays, very short essays. Virginia Woolf points out that contemporary essays lacks solidity, strength. The essays in the last volume, ഈ ലാസ്റ്റ് വോളിയത്തിൽ, റീസിൻ്റെ ലാസ്റ്റ് വോളിയത്തിൽ എസ്സേസ്, അതെന്താ കാണിക്കുന്നത്? ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ബെല്ലോക്ക് അലോൺ, ഇറ്റ് ഈസ് നോട്ട് മിസ്റ്റർ ബെല്ലോക്ക് അലോൺ, ബട്ട് ഓൾ ഹാബിച്വൽ എസ്സേസ് ഹാവ് സഫേർഡ് ഫ്രം ദി പ്രിവെയിലിംഗ് കണ്ടീഷൻസ്. ബെല്ലോക്കിന് മാത്രമല്ല ഇങ്ങനെ ഉള്ള പരിമിതികളുണ്ടായത്. ചെറിയ എസ്സേസ് എഴുതേണ്ടി വന്നതും, അതായത് വളരെ സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ച് എഴുതേണ്ടി വന്നതും, അന്നുണ്ടായിരുന്ന കണ്ടംപററി എസ്സേസിനൊക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു ഇത്. The essays in the last volume show that it is not Belloc alone, but all the habitual essays have suffered from the prevailing conditions or existing conditions. To write weekly, ആഴ്ചതോറും എഴുതുക. To write weekly, to write daily, അല്ലെങ്കിൽ ദിവസം തോറും എഴുതുക. To write for busy people catching trains in the morning, അതിരാവിലെ ട്രെയിൻ പിടിക്കാൻ പോകുന്ന, ജോലിക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടി എഴുതുക. Or for tired people coming ഹോം ഇൻ ദി ഈവനിങ്, വൈകുന്നേരം വീട്ടിൽ ക്ഷീണിച്ച് വരുന്ന ആളുകൾക്ക് വേണ്ടി എഴുതുക എന്ന് പറഞ്ഞാൽ, മഹാഭാരത പദം പോലെ എഴുതിയാൽ അവരൊന്നും വായിക്കില്ല. ദേ വിൽ നോട്ട് റീഡ് ഇഫ് ദേ ആർ വെരി ലോങ്, ദേ ആർ എക്സ്ട്രീംലി ലോങ്. സോ it was to write like this, to write short essays suiting all these people, to write weekly, to write daily, write for the people, busy people who are catching for trains in the morning, and for the people who come tired at home during the evenings. Heart breaking task, വലിയ പ്രയാസപ്പെട്ട പണി തന്നെയായിരുന്നു അത്. It was a heart breaking task. If one reads, so if a person reads Mr. Lucas, E.V. Lucas, a famous essayist, or Mr. Lind, a famous modern essayist, Mr. Lind or Mr. Square, in the bulk one feels that a common grayness silvers everything. A common grayness silvers everything, to borrow the lines from Andrea del Sarto by Robert Browning. റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ആൻഡ്രിയ ഡെൽ സാർട്ടോയിലുള്ളതാണ് എ കോമൺ ഗ്രേനെസ് സിൽവേഴ്സ് എവരിത്തിങ്. അപ്പോൾ അങ്ങനെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ഗെറ്റിംഗ് പ്ലഷർ, ദേ ആർ ഗെറ്റിംഗ് എ കൈൻഡ് ഓഫ് ജോയ്. തിരക്ക് പിടിച്ച ആളുകൾക്കും അതുപോലെ തന്നെ ക്ഷീണിച്ചു വരുന്ന ആളുകൾക്കും രസകരമായ അനുഭവങ്ങളൊക്കെ ഉള്ള എസ്സേസ് E.V. ലൂക്കാസിൻ്റെ, അല്ലെങ്കിൽ റോബർട്ട് ലിൻഡിൻ്റെ, അല്ലെങ്കിൽ മിസ്റ്റർ സ്ക്വയറിൻ്റെ എസ്സേസ് വായിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് വെരി മച്ച് ലൈക്ക് എ കോമൺ ഗ്രേനെസ് സിൽവറിങ് എവരിത്തിങ്. There are essays who make the best use of their circumstances. And also Mrs. Woolf points out that there are of course essays who make the best use of their circumstances. Clutton-Brook, one of the essays, ഒരു എസ്സേയിസ്റ്റിൻ്റെ പേരാണ് Clutton-Brook. Clutton-Brook is one such essayist. He has smoothly and naturally effected the transition from private essays to the public. അതായത് സ്വന്തം അനുഭവങ്ങൾ എഴുതുക, അങ്ങനെ ഒരു പ്രൈവറ്റ് എസ്സേസിൽ നിന്നും എല്ലാവരുടെയും അനുഭവങ്ങൾ എഴുതുക, വായനക്കാരുടെ അനുഭവങ്ങൾ എഴുതുക, അങ്ങനെ പൊതുവായ അനുഭവത്തിലേക്ക് നീങ്ങിയ ഒരു എസ്സേയിസ്റ്റ് ആയിരുന്നു ക്ലട്ടൺ-ബ്രോക്ക് എന്ന് പറയുന്ന എസ്സേയിസ്റ്റ്. അതൊരു വലിയൊരു പരിവർത്തനമായിരുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ചേഞ്ച് ഇൻ ദി ഫീൽഡ് ഓഫ് എസ്സേ റൈറ്റിംഗ്. So what did he do? He has smoothly and naturally effected the transition or change from the private
essays to the public. In his case, the shrinkage in size has brought about a corresponding expansion of individuality. In Clutton-Broug's case, the shrinkage in size or the decrease in size, essayയുടെ വലിപ്പം കുറഞ്ഞത്, it expanded the individuality of the essayist. വലിപ്പം കുറഞ്ഞെങ്കിലും ആ വലിപ്പം കുറഞ്ഞ എസ്സേസിലൂടെ തൻ്റെ ഇൻഡിവിജ്വാലിറ്റിയെ പ്രതിഫലിപ്പിക്കുവാൻ കഴിഞ്ഞു, തൻ്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായും പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞു ക്ലട്ടൺ-ബ്രോക്കിനെ പോലുള്ള എസ്സേയിസ്റ്റിന്. In his case, the shrinkage in size or the decrease in size of the essay has brought a corresponding expansion of individuality. So a new change came in the field of essay writing. We have no longer the eye of Max Beerbohm or Charles Lamb. അവർ വ്യക്തിപരമായ അനുഭവങ്ങളാണ് എഴുതിയത്. ബട്ട് ദി വി ഓഫ് ദി പബ്ലിക്, എല്ലാവരുടെയും കൂടെ ഐക്ക് പകരം വി വന്നു. അവനവൻ്റെ എക്സ്പീരിയൻസ് എഴുതുന്നതിന് പകരം എല്ലാവരുടെയും എക്സ്പീരിയൻസുകൾ എഴുതുന്ന, എല്ലാവർക്കും പൊതുവായി ഉണ്ടാകുന്ന എക്സ്പീരിയൻസുകളും അവരുടെ സന്തോഷങ്ങളും അവരുടെ സങ്കടങ്ങളും എഴുതുന്ന രീതിയിലുള്ള എസ്സേസായി മാറി. അങ്ങനെ വന്നപ്പോൾ ഒരു എസ്സേ വായിക്കുമ്പോൾ ഇതെൻ്റെ കാര്യങ്ങളാണെന്ന് ഓരോ റീഡിംഗ് പബ്ലിക്കിനും തോന്നുന്ന ഒരു കാലഘട്ടം വന്നു. സോ വി ഹാവ് നോ ലോങ്ങർ ദി ഐ ഓഫ് മാക്സ് ആൻഡ് ലാം, ദി പേഴ്സണൽ എസ്സേ ലൈക്ക് മാക്സ് ബിയർബോം ഓർ ചോൾസ് ലാം, ബട്ട് ദ വി ഓഫ് ദി പബ്ലിക്കിന് വേണ്ടി, പബ്ലിക്കിൻ്റെ മൊത്തം വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതാൻ തുടങ്ങി. ആൻഡ് ദി കൺവെൻഷണൽ ഐ, പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു വന്ന ദി കൺവെൻഷണൽ ഐ ഇൻ ദി എസ്സേസ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദി കളക്റ്റീവ് വി, ആൻഡ് ഇൻ ദിസ് വേ എ സെൻസ് ഓഫ് വൺനെസ് or identity with the common reader is established. So in this way the modern essays were able to create a sense of oneness. വായനക്കാരും എസ്സേയിസ്റ്റും എല്ലാവരും ഒന്നാണെന്നൊരു ബോധം, ഒന്നാണ് നമ്മൾ എന്നൊരു ബോധം അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഈ എസ്സേയിസ്റ്റ്, മോഡേൺ എസ്സേയിസ്റ്റിന് കഴിഞ്ഞു. With the common reader is established and the result is highly gratifying. The result is highly satisfying and promising. The essayist becomes a sharer in the joys and sorrows and likes and dislikes of the large mass of his readers. അപ്പോൾ എന്നപ്പോൾ എസ്സേയിസ്റ്റ് സ്വന്തം സങ്കടങ്ങളും ദുഃഖങ്ങളും അല്ല പറയുന്നത്, ലാർജ് മാസ് ഓഫ് റീഡേഴ്സിൻ്റെ അവരുടെ ദുഃഖങ്ങളും അവരുടെ സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരാളായി മാറി എസ്സേയിസ്റ്റ്. ദി എസ്സേയിസ്റ്റ് ഹിയർ ബിക്കംസ് എ ഷെയറർ in the joys and sorrows and likes and dislikes of the large mass of the public or readers. The readers listen to the speaking voice with absorbing interest. അപ്പോൾ ഇത് വായിക്കുമ്പോൾ, എസ്സേസ് വായിക്കുമ്പോൾ, ഈ ഷോർട്ട് എസ്സേസ് വായിക്കുമ്പോൾ എൻ്റെ കാര്യമാണ്, എൻ്റെ അനുഭവമാണ്, എൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊരു ബോധം വരുമ്പോൾ the readers listen to the speaking voice through the essays with absorbing interest, great interest, for there is, because it is one of them who is speaking. അവരിൽ ഒരാളാണ് ഈ സംസാരിക്കുന്നത്. എസ്സേയിസ്റ്റ് അതെന്തോ വരുത്തിയിരിക്കുന്ന സാഹിത്യകാരനല്ല, അവരിൽ ഒരാളാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്നൊരു തോന്നലുണ്ടായി. The essays of the 1920s have not forgotten the art of writing and giving pleasure. എന്നാലും 1920 എസ്സേസ് എസ്സേയിൽ നൽകലാണ് ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ള കാര്യം വിസ്മരിച്ചില്ല. The essays of the 1920s have not forgotten the art of writing and giving pleasure. There is much in their essays that gives pleasure. As far as the essays were concerned, their essays had much in them which gave pleasure. There is much in their essays that gives pleasure, but also much that is loose and commonplace. പക്ഷേ the themes were commonplace themes. The things were commonplace. അതിലുള്ള തീംസും സബ്ജക്ട്സും commonplace ആയിരുന്നു, എല്ലാവർക്കും ബാധകമായി. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു വൺ ആൻഡ് ഓൾ ഇൻ ദി സൊസൈറ്റി. സമൂഹത്തിൽ എല്ലാവർക്കും ബാധകമായ കാര്യമായിരുന്നു ആ 20കളിലെ എസ്സേയിസ്റ്റുകളുടെ എസ്സേസിലുണ്ടായിരുന്നത്. The essay, like other forms of literature, needs a backbone of some idea.
or intense conviction which compels words to the desired shape. Finally, Virginia Woolf points out that the essay, like other forms of literature, മറ്റ് ഫോംസ് ഓഫ് ലിറ്ററേച്ചർ പോലെ, നോവൽ പോലെയും ഷോർട്ട് സ്റ്റോറി പോലെയും ഒക്കെ, essay also needs a backbone or some idea or conviction. ഒരു conviction അല്ലെങ്കിൽ ഒരു ഐഡിയ എന്ന ഒരു ബാക്ക് ബോൺ വേണം, ഒരാശയം, അതല്ലെങ്കിൽ ഒരു conviction, ഒരു വിശ്വാസം, അതിൻ്റെ ഒരു ബാക്ക് ബോൺ എസ്സേയിസ്റ്റിന് വേണം, എസ്സേയ്സിന് വേണം. Virginia Woolf points out that it needs a backbone or some idea or intense conviction which compels words to the desired shape. അങ്ങനെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആശയം ഉണ്ടെങ്കിലേ വാക്കുകൾക്കൊരു നല്ല ഷേപ്പ് എസ്സേയിലൂടെ കിട്ടത്തുള്ളൂ. ആൻഡ് ദിസ് imparts substance and solidity to the essay. അതാണ് ഒരു നല്ല ആശയത്തിൻ്റെ അല്ലെങ്കിൽ നല്ല വിശ്വാസത്തിൻ്റെ ഒരു ബാക്ക് ബോൺ, നല്ലൊരു തീമിൻ്റെ ബാക്ക് ബോൺ, നല്ല ഐഡിയയുടെ ബാക്ക് ബോൺ. അതാണ് ദാറ്റ് imparts substance, the subject and solidity to the essay, strength to the essay. എസ്സേക്ക് സ്ട്രെങ്ത്, കരുത്ത് നൽകുന്നതും സബ്സ്റ്റൻസ് നൽകുന്നതും ഈ ബാക്ക് ബോൺ ആണ്, ബാക്ക് ബോൺ ഓഫ് ഐഡിയ ഓർ സം കൺവിക്ഷൻ. അതാണ്. ബട്ട് സച്ച് ഇൻറ്റൻസ് കൺവിക്ഷൻ ഓർ ഫെയ്ത്ത്, such intense conviction or faith is lacking in the modern age. ഈ ആധുനിക യുഗത്തിലെ ഈ തീവ്രമായ തീക്ഷ്ണമായ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ആശയം കാണുന്നില്ല എന്ന് വളരെ വേദനയോടുകൂടി മിസ്സസ് വൂൾഫ് പറയുന്നു. It is lacking in the essays even of Belloc and Lucas, E.V. Lucas. ബെല്ലോക്കിൻ്റെയും E.V. ലൂക്കാസിൻ്റെ എസ്സേസിൽ പോലും ഈ ഒരു നട്ടലില്ല, ഒരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ നല്ല ഒരു ഐഡിയയുടേതായ ഒരു നട്ടലില്ല, കാണാൻ കഴിയുന്നില്ല എന്ന് വേദനയോടുകൂടി പറയുന്നു. ഷീ വെരി പെയിൻഫുള്ളി പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് even the essays of Belloc and E.V. Lucas do not have this backbone of faith or conviction.